സാധനം കയറ്റിയോ, കൊച്ചിനെ കയറ്റിയോ നിന്ന്. അപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അവൾ പറയുന്നത്. അവളുടെ മുലയിലോ ബ്രസ്റ്റിലോ അങ്ങോട്ട് പിടിച്ചു അവനെ. പിന്നെ താഴെ മൂത്രമൊഴിക്കുന്ന സാധനത്തിൽ നക്കി കൊടുത്ത് അവൾക്കൊരു സുഖം കൊടുക്കുന്നു. ജീമോൻ അങ്ങനെ ചെയ്തെന്നാണ് ഇവൾ എന്നോട് അന്ന് പറഞ്ഞത്. എന്നിട്ട് എന്നെ മൂത്രമൊഴിക്കുന്ന സാധനത്തിലൊക്കെ പിടിച്ച് അളക്കുകയൊക്കെ ചെയ്തു. കുളിച്ചു കഴിഞ്ഞ എന്നെ ഇവളെ ഞാൻ ആദ്യം കുളിപ്പിച്ചിട്ട് ആ മുറിയിലേക്ക് വിട്ടു. അപ്പോഴാണ് ഈ പരിപാടി കാണിച്ചത്. ഞാൻ കുളിക്കാനായിട്ട് പോയി. കൊച്ചു വീഴാണ്. നമസ്കാരം. ഈ അടുത്ത കാലത്ത് വന്ന വലിയൊരു വാർത്തയായിരുന്നു കണ്ണു കാണാത്ത ഒരു പെൺകുട്ടിയെ ജീമോൻ കല്ലുപറിക്കൽ എന്ന് പറഞ്ഞ കുപ്രസിദ്ധ ഗുണ്ട ബലാത്സംഗം ചെയ്തു. എറണാകുളം മുനമ്പത്തുള്ള റിസോർട്ടിൽ കൊണ്ടുപോയിട്ടാണ് ബലാത്സംഗം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയൊരു വാർത്തയായി വന്നിരുന്നു. ആ വാർത്തയെ സംബന്ധിച്ച് അന്ന് ഞാൻ വാർത്ത ചെയ്തു. ജീമോൻ കല്ലുപറിക്കലിനെ എനിക്കറിയാം. അദ്ദേഹം എൻ്റെ ഓഫീസിൽ കുറച്ചു കാലം ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം ഇത്തരത്തിലുള്ള ഗുണ്ടായുസങ്ങൾ തുടർന്ന് ആദ്യം അദ്ദേഹത്തെക്കുറിച്ച് മണിയൻ ഭാസ്കർ എന്ന് പറയുന്ന ഒരാളുടെ കാലിന് വയ്യാത്ത ഭാര്യയെ വലയിൽ വീഴ്ത്തി നശിപ്പിച്ചു എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ വലിയ അശ്ലീലപരമായ ഓഡിയോ വരികയും ഞാൻ അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും ചെയ്തു. പിന്നീട് ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറെ കൂട്ടി വരികയും അങ്ങനെ അദ്ദേഹം ഇനിമേൽ യാതൊരു കുഴപ്പവും കാണിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടറെ കൊണ്ട് തന്നെ അയാൾക്ക് വർക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിപ്പിച്ച് ഒരു മാസം പരിശോധിക്കാമെന്ന് കാണുന്ന സമയത്തിലാണ് അദ്ദേഹം 10 ദിവസം കൊണ്ട് തന്നെ അറസ്റ്റിലാവുന്നത്. അപ്പോൾ അതോടുകൂടി അദ്ദേഹത്തെ ഒഴിവാക്കി എനിക്കെതിരെ കുറേ എന്നെ കള്ളക്കേസിൽ കുടിക്കുക അവരോടൊപ്പം ചേർന്ന് കുറേ അശ്ലീലം പറയുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ഇവിടുന്ന് വിട്ടുപോയി ഞാനും അദ്ദേഹത്തെ വിട്ടു. എന്നാൽ പിന്നീട് അദ്ദേഹം അറസ്റ്റിലായ ഒരു സന്ദർഭത്തിൽ എനിക്ക് വിവരം കിട്ടി. ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു ചോദിച്ചു, ഈ ജീമോൻ കല്ലുപറിക്കൽ അറസ്റ്റിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാർത്ത ചോദിച്ചു. അതാണ് ഇതിനുള്ള ബന്ധം. അങ്ങനെയുള്ള കാര്യത്തിൽ എൻ്റെ കയ്യിൽ അന്ന് കിട്ടിയ ഒരു സംഭാഷണമുണ്ട്. ഞാൻ ആ സംഭാഷണം ഒന്ന് പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ്. അതായത് ഈ പറയുന്ന ജീമോൻ കല്ലുപറിക്കലിനെ കുറിച്ച് ആ പറയുന്ന കണ്ണ് കാണാത്ത കുട്ടി, അന്ന് പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണ്, 17 വയസ്സുള്ള കുട്ടി, അമ്മയും പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കൂ. അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീമോൻ പറഞ്ഞു മമ്മി കുളിക്കാൻ പോയ സമയത്ത് എന്നോട് പറഞ്ഞു. അന്നേരത്തന്നെ എനിക്കാണെങ്കിൽ ആശ കെട്ടി തന്നെ, ആദ്യം ആശയാണ് കയറ്റി തന്നത്. നിന്നെ അവിടെ കൊണ്ടുപോകാം, നിന്നെ ഇവിടെ കൊണ്ടുപോകാം, നിന്നെ ഓക്സിജൻ്റെ അവിടെ കൊണ്ടുപോകാം, ഇവിടെ കൊണ്ടുപോകാം. പിന്നെ ഓക്സിജൻ അത് തുടങ്ങിയിട്ടില്ല. ബോബിച്ചമ്മയുടെ വരെ കാണാൻ വന്നതാണ് നമ്മുടെ. എന്നിട്ട് എന്നോട് പറയാണ് നന്നായിട്ട് ഞാൻ പപ്പയല്ലേ ചെയ്തു തരുന്നത്. അന്നേരത്തേനും ജീവനങ്ങളിനെ പപ്പാന്ന് വിളിച്ചോളാൻ പറഞ്ഞു. അന്നേരത്തേനും പപ്പയല്ലേ, അന്ന് പപ്പ എന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. അന്നേരത്തേനും പപ്പയല്ലേ ചെയ്യുന്നത്. പപ്പ ചെയ്തു തന്നാൽ മോൾക്ക് വേദന എടുക്കത്തില്ലല്ലോ. എന്നിട്ട് എന്നെ മൂത്രമൊഴിക്കുന്ന സാധനത്തിലൊക്കെ പിടിച്ച് അളക്കുകയൊക്കെ ചെയ്തു. കുളിച്ചു കഴിഞ്ഞ എന്നെ ഇവളെ ഞാൻ ആദ്യം കുളിപ്പിച്ചിട്ട് ആ മുറിയിലേക്ക് വിട്ടു. അപ്പോഴാണ് ഈ പരിപാടി കാണിച്ചത്. ഞാൻ കുളിക്കാനായിട്ട് പോയി. കൊച്ചു വീഴാണ്. मैंने परेशान करता है वो हिंदी और सामने के लिए बस बिना कभी नहीं जानता वो उनके लिए बस അങ്കിളിന് ഹിന്ദി അറിയില്ല, മലയാളം പറ. എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. ഞാൻ ഹിന്ദി എന്താണ് കുഞ്ഞിനെ ചെയ്തോ? വേദനിച്ചോ കുഞ്ഞിനെ? എനിക്ക് വേദന എടുക്കും. അന്ന് എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ വരെ ഉണ്ടായിരുന്ന സമയത്താണ്. യൂറിൻ ഇൻഫെക്ഷൻ വരെ വന്നു. യൂറിൻ ഇൻഫെക്ഷൻ വരെ ഉള്ള സമയത്താണ് ഇത് ചെയ്തത്. എനിക്ക് ഇടയ്ക്ക് ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കണ്ടത് ദേഹത്ത് കിടക്കുന്നതാണ്. ഞാൻ ദേഹത്ത് കിടന്നപ്പോൾ ഞാൻ ഒച്ച എത്രയും വലിയ ഒന്നുള്ള ഒരാള് കൊച്ചിന്റെ ദേഹത്തിന് ചത്തുപോയല്ലോ കൊച്ച്. അന്നേരം എന്റെ കാലിലേക്ക് വീഴുവാ. എന്നെ ഈ കൊച്ചിനെ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ കുളിച്ച് തലേ തോർത്ത് പാട്ട് പിടിച്ച് വയറിലാക്കി ഞങ്ങളെ കൊണ്ടുപോയി ഒരു അപ്പാർട്ട്മെൻ്റ് അല്ല, ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ട് കൊച്ചിൻ്റെ പാട്ട് ഉച്ച കഴിഞ്ഞ് പിടിക്കാൻ കൊണ്ടുപോകാണ്. ഈ എറണാകുളം ഒരു ജയിക്കുള്ള ഒരു അവിടെ കൊണ്ട് അന്നേരമാണ് ഈ പരിപാടി. അപ്പോൾ എന്നോട് ഒരു ഡ്രസ്സൊക്കെ മാറി പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുക, കൊച്ചിനെ കുളിപ്പിച്ച് ട്രേസിയും കുളിച്ചിട്ട് വാ. ആ സമയത്താണ് ഈ പരിപാടി.
മോൾ അന്നേരം അവനെ എതിർത്തില്ലേ മോള്? എനിക്ക് ഒന്നും ചെയ്യാൻ അറിയത്തില്ല. എന്നെ ഇങ്ങനെ ആശ കയറ്റി പിടിച്ചില്ല മൊത്തം. എനിക്ക് എന്നിട്ട് ഹിന്ദി പറയാനായിട്ട് മോൾക്ക് ഹിന്ദി അറിയാമല്ലോ. അന്നേരം തന്നെ ഞാൻ മസ്തിയിൽ കാണിച്ചിട്ട് മസ്തി കാണിക്കുകയാണ് എല്ലായിടത്തും. ആരോഗ്യം മസ്തിയല്ല, കുസൃതി എന്ന് പറഞ്ഞാൽ എന്നെ കുസൃതിയിലാണ് ഇതിനകത്തേക്ക് മയക്കിയത്. മസ്തിയിൽ കുസൃതി, മസ്തി എന്ന് വെച്ചാൽ കുസൃതി. എന്താ കുസൃതിയാണ് കാണിച്ചത്? ആ കുസൃതി എന്താ കുസൃതിയാണ് കാണിച്ചത്? എന്താ കുസൃതിയാണ് കുസൃതി എന്ന് പറഞ്ഞ ഈ ആശ എല്ലാം കൂടെ കേട്ടിട്ട് മോളെ അവിടെ കൊണ്ടുപോകും ഇവിടെ കൊണ്ടുപോകാം, മോൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ സാധിച്ചു തരാം, എന്ത് വേണമെങ്കിലും മോൾക്ക് എന്താ വേണ്ട അതൊക്കെ ഞാൻ മേടിച്ചു തരാം, മോളെ ഞാൻ പാട്ട് പഠിക്കാൻ കൊണ്ടുവന്നാലേ അതുകൊണ്ട് മോള് പറയുന്നത് കേൾക്കണം, മോൾക്ക് ഞാൻ എന്ത് വേണമെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കണം അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കണം. ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും പറയാൻ എന്നെ ആശ കയറ്റിപ്പിച്ചു. അവൾക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. എനിക്ക് ആശ അത് ഞാൻ അങ്കിളിനോട് എന്നോട് പറഞ്ഞത് ഇവിടെ പേടിച്ചിട്ടാണ് ആങ്കിള് ഞാനൊരു കാര്യം പറയട്ടെ. ആങ്കിൾ അത് ആ പെൺകുട്ടി കൃത്യമായി പറയുന്നത് എന്താണ് എന്ന് FIR-ൽ കോടതി അദ്ദേഹത്തെ ഇപ്പോൾ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നുണ്ട്. പെരുമ്പാവൂർ ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ടിലാണ് ഈ കേസ് നടന്നത്. 1668/2023 നമ്പറിലാണ് കേസ് നടന്നത്. മുനമ്പം പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. ജീമോൻ സൺ ഓഫ് ഷംസുദ്ദീൻ കല്ലുപറയ്ക്കൽ ഹൗസ് എന്തയാർ കോട്ടയം ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന അഡ്രസ്സിലുള്ള ആളാണ്. MG ശ്രീജിത്താണ് അവർക്ക് വേണ്ടിയിട്ട് അഡ്വക്കേറ്റായി വന്നത്. ഇതിൽ വകുപ്പുകൾ 377(2)(1) S, 354 IPC ആൻഡ് S4 റീഡ് വിത്ത് S 3B2D പോക്സോ കേസ്, 5S8 R/W, S7 ആൻഡ് S6 RW 5.5 പോസ്കോ ആക്ട്. അതായത് ഏകദേശം ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ 30 വർഷം ജയിലിൽ കിടക്കേണ്ട ശിക്ഷയാണ്. നമ്മൾ കണ്ണു കാണാത്ത പെൺകുട്ടി, രണ്ടാമത് പ്രായപൂർത്തിയായിട്ടില്ല, 3 റേപ്പ് ചെയ്തതാണ്. അപ്പം 3 കുറേ വകുപ്പുകളുണ്ട്. എന്നാൽ ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം തെറ്റുകാരനാണെന്നുള്ള വിധി ഞാൻ പറയുമ്പോൾ തന്നെ അദ്ദേഹം കുറ്റക്കാരൻ എന്ന് പറഞ്ഞുള്ള വിധിയും ഞാൻ കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉത്തരവാദിത്തത്തോടുകൂടി ഈ വീഡിയോ പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ പാരഗ്രാഫ് പറയുന്നത്, ദ കേസ് ഓഫ് പ്രോസിക്യൂഷൻ ഈസ് ആസ് ഫോളോസ്. ദ അക്യൂസ്ഡ് ഹാസ് ബ്രോട്ട് CW1, എ മൈനർ ഏജ്ഡ് 17 years ആൻഡ് ബ്ലൈൻഡ് ബൈ ബർത്ത് along with her brother and CW2 mother to the Wave Roast Beach Resort at Cherai Rakthasheri Beach. On 24/5/2022 in between 1 p.m. and 4 p.m. the accused in the room 104 in the second floor of the above resort by offering to introduce singer K. Chitra and magician Gopinath Mudgad had kissed her and grabbed on her either breast. The accused also laid CW1 on the bed, lifted her cloth and subjected her with penetrative sexual assault by fingering and licking on her vagina and thus committed the offences alleged. അതായത് ഈ പറയുന്ന ജീമോൻ കല്ലുപറയ്ക്കൽ എന്ന് പറയുന്ന കുപ്രസിദ്ധ കുറ്റവാളി, അദ്ദേഹം ഈ കേസിലുള്ളതുകൊണ്ടല്ല കുറ്റവാളി എന്ന് പറഞ്ഞാൽ എനിക്ക് നേരിട്ടറിയാം. എറണാകുളത്ത് പോലീസിനെ തല്ലിയ ഒരു കേസിലെ പ്രതിയാണ്. അതേപോലെ സ്വന്തം ഭാര്യയുടെ ബ്രദറിനെ തല്ലിയ കേസിലെ പ്രതിയാണ്. അതേപോലുള്ള നിരവധി കേസുകളിലെ പ്രതി, അത് ഞാൻ ഡീറ്റെയിൽ ആയി പിന്നീട് പറയാം. അപ്പോൾ ഇതിൽപ്പെട്ട ഇയാൾ ഈ കണ്ണു കാണാത്ത 17 വയസ്സുള്ള ഈ പെൺകുട്ടിയെ അമ്മ ബാത്റൂം കുളിക്കാൻ പോയ സമയം നോക്കി ചിത്രയെ പോലെ, ഈ കുട്ടി നന്നായി പാട്ട് പാടും, അപ്പോൾ ചിത്രയെ പോലെയും അതേപോലെ ചിത്രയെ പരിചയപ്പെടുത്തി തരാം, മജീഷ്യൻ മുതുകാടിനെ പരിചയപ്പെടുത്തി തരാം, ഗോപിനാഥ് മുതുകാടിനെ പരിചയപ്പെടുത്തി തരാം എന്നൊക്കെ പറഞ്ഞ് ഉമ്മ വെക്കുകയും പിന്നീട് അവളുടെ ബ്രസ്റ്റിൽ കയറി പിടിക്കുകയും അതിനുശേഷം അവളുടെ വെജീനയിൽ ഉമ്മ വെക്കുകയും പിന്നെ കൈവിരലുകൾ കൊണ്ട് അവിടെ സമ്മർദ്ദമുണ്ടാക്കുകയും പിന്നീട് അദ്ദേഹം നാവ് കൊണ്ടും കൈകൊണ്ട് വിരൽ കൊണ്ടും വെജനയിൽ സമ്മർദ്ദമുണ്ടാക്കുകയും പിന്നീട് ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് കേസ്. 17 വയസ്സുള്ള കുട്ടിയും കണ്ണു കാണാത്ത കുട്ടി ഏതാണ്ട് വളരെ ഗുരുതരമായ കേസാണ്. എന്നാൽ ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, ഇതിൽ ഒന്നാം സാക്ഷി എന്ന് പറയുന്നത് ആ കേസിലെ പെൺകുട്ടിയാണ്, ഈ പരാതിക്കാരിയാണ്. 17 വയസ്സുള്ള, ഇപ്പോൾ ആ കുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞു. ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും ശരിയല്ല എന്നാണ്. ഇതൊക്കെ 4 പേർ ആ കുട്ടിയെ പ്രേരിപ്പിച്ച് പറഞ്ഞതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇറങ്ങടാ വെളി എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഞാൻ ഒച്ച വെച്ച്, ഇറങ്ങടാ വെളി, നീ എന്നെ കാണിക്കുന്നേ, ഇതന്നെ ഞാൻ കുളി കഴിഞ്ഞപ്പോ കഥ തുറന്ന് ഇങ്ങോട്ട് കയറി. ഞാൻ പ്രൈസ് ചെയ്യാം. അപ്പൊ മോൻ കിടന്നുറങ്ങുവാ, കുളിയും കഴിഞ്ഞ് അവൻ ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങുവാ. ഇവള് തൊട്ടടുത്ത് ഇപ്പൊ അവിടെ ഇരിപ്പുണ്ട്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, നീ എങ്ങനെ ഇങ്ങോട്ട് കയറി വന്നേ? ഒന്നുമില്ല. അപ്പൊ പ്രൈസ് ചെയ്യാം. കൊച്ചു തന്നെ ഇരിക്കുന്ന കണ്ടപ്പോ ഞാൻ കയറി വന്നു. കൊച്ചു തന്നെ ഇരിക്കുന്ന കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഞാനില്ലാത്തപ്പോ ഇറങ്ങടാ വിളിയെന്ന് പറഞ്ഞു. ആ സമയത്താണ് അവൻ ഇറങ്ങിപ്പോയത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മയും അവരും മൊഴി കൊടുത്തിരിക്കുകയാണ്. അമ്മയും അവരും മാത്രമല്ല, ബൈജു എന്ന് പറയുന്ന മൂന്നാം സാക്ഷിയും മൊഴി കൊടുത്തു. ബൈജു എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഈ കുട്ടി വലിയ തുറയിൽ അങ്കമുഖത്ത് താമസിക്കുമ്പോൾ അവിടെ താമസിച്ച ബിൽഡിങ്ങിൻ്റെ ഉടമയാണ് ബൈജു എന്ന് പറയുന്നത്. ട്രേസി എന്നാണ് അമ്മയുടെ പേര്. ഇവരെന്നെ അന്ന് വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് വാർത്തകൾ കൊടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചെങ്കിലും ആ റെക്കോർഡ് എൻ്റെ അടുത്തുണ്ട്. വിളിച്ചെങ്കിൽ ഞാൻ അവരെ കാണാൻ എനിക്കെന്തോ കഴിഞ്ഞില്ല. ഞാൻ ഭാഗ്യത്തിനാണ് കാണാതിരുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. അതേപോലെ ബൈജു എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള വിക്റ്റിമാണ്. വിക്റ്റിമിൻ്റെ നൈബർ താമസിച്ചിരുന്ന ആളാണ്. യഥാർത്ഥത്തിൽ ഇവരുടെ വീട്ടിലാണ്, ബൈജുവിൻ്റെ വീട്ടിലാണ് ഇയാൾ താമസിക്കുന്നത്. ഈ ബൈജുവും ഇതിൽ പറയുന്നത്, അമ്മയും ആ കുട്ടി പറയുന്നത്, അതിൽ അമ്മ പറയുന്നത് 4 പേർ പ്രേരണ നൽകിയിട്ടാണ് ഇങ്ങനെ മൊഴി കൊടുത്തതെന്നാണ്. എന്തൊരു വിചിത്രമായ മൊഴിയാണ് നോക്കൂ. ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയെയും അമ്മയെയും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ, ഒരു പെണ്ണിനെയും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒരാളെ, ഏത് കൊലപാതകയായിക്കോട്ടെ, ഗുണ്ടയായിക്കോട്ടെ, ആരായിക്കോട്ടെ, അയാളെക്കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന രൂപത്തിൽ തെളിവില്ലാത്ത, അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുക എന്ന് പറയുന്ന ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, എത്ര ഗുരുതരമാണ്. വിധി പ്രകാരം ജീമോൻ കല്ലുപുരയ്ക്കലിന് ഇവർക്കെതിരെ കേസ് കൊടുക്കാം. ആർക്കെതിരെ? ഈ പെൺകുട്ടിക്കെതിരെയും അതേപോലെ അമ്മയ്ക്കെതിരെയും കേസ് കൊടുക്കാം. എങ്ങനെ ആ കേസ് കൊടുത്ത് ഈ 30 വർഷം തന്നെ ഇവർക്ക് 2 പേർക്കും ജയിലിൽ കിടക്കേണ്ടി വരും. 192 മുതൽ 213 വരെയുള്ള പഴയ IPC പ്രകാരം തിരിച്ച് കേസ് കൊടുത്താൽ, കള്ളമൊഴിയും കള്ളത്തെളിവുകളും കോടതിയിലും പോലീസ് മുമ്പാകെയും കൊടുക്കുമ്പോൾ, അങ്ങനെ അദ്ദേഹത്തിന് ഏത് വകുപ്പിലാണോ അദ്ദേഹം ബുദ്ധിമുട്ടിയിട്ടുള്ളത് തിരിച്ചിട്ട് കേസ് കൊടുക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കള്ളക്കേസിൽ ഒരാളെ കൊടുക്കുന്നത് തെറ്റായ കാര്യമാണ്. അങ്ങനെയുള്ള ആ സ്ത്രീകളെ തീർച്ചയായും ജീവപര്യന്തം ആ പെൺകുട്ടിയെയും ജീവപര്യന്തം ശിക്ഷിക്കേണ്ടതാണ്. കാരണം ആ കുട്ടിക്ക് പ്രായപൂർത്തിയായതുകൊണ്ട് തീർച്ചയായും ആ കുട്ടിയുടെ ഫോട്ടോ പ്രസിദ്ധീകരിക്കേണ്ടതാണെങ്കിലും ഞാൻ പ്രസിദ്ധീകരിക്കും. പക്ഷേ അമ്മയുടെ, അതേപോലെ ഇങ്ങനെ കള്ളമൊഴി ആദ്യം കൊടുത്ത ആളുടെ ഇത് ഞാൻ പ്രസിദ്ധീകരിക്കണം. അതായത് ഞാൻ തുടക്കത്തിൽ തന്നെ കേൾപ്പിച്ചതിൻ്റെ ഒന്നും കൂടി കേൾപ്പിച്ചു നോക്കൂ, നമുക്ക് കേട്ട് നോക്കാം. അവർ അന്ന് കൊടുത്ത പറഞ്ഞ കാര്യങ്ങൾ. അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജീവനങ്ങൾ പറഞ്ഞു മമ്മി കുളിക്കാൻ പോയ സമയത്ത് എന്നോട് പറഞ്ഞു. അന്നേരത്തന്നെ എനിക്കാണെങ്കിൽ ആശ കെട്ടി തന്നെ, ആദ്യം ആശയാണ് കയറ്റി തന്നത്. നിന്നെ അവിടെ കൊണ്ടുപോകാം, നിന്നെ ഇവിടെ കൊണ്ടുപോകാം, നിന്നെ ഓക്സിജൻ്റെ അവിടെ കൊണ്ടുപോകാം, ഇവിടെ കൊണ്ടുപോകാം. പിന്നെ ഓക്സിജൻ അത് തുടങ്ങിയിട്ടില്ല. ബോബിച്ചമ്മനോട് ഇവിടെ ബോബിച്ചമ്മനെ വരെ കാണാൻ വന്നതാണ് നമ്മുടെ. എന്നിട്ട് എന്നോട് പറയാണ്, നന്നായിട്ട് ഞാൻ പപ്പയല്ലേ ചെയ്തു തരുന്നത്. അന്നേരത്തേന് ജീവനങ്ങളിനെ പപ്പാന്ന് വിളിച്ചോളാൻ പറഞ്ഞു. അന്നേരത്തേനും പപ്പയല്ലേ, അന്ന് പപ്പ എന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. അന്നേരത്തേനും പപ്പയല്ലേ ചെയ്യുന്നത്, പപ്പ ചെയ്ത് തന്നാൽ മോൾക്ക് വേദന എടുക്കത്തില്ലല്ലോ. എന്നിട്ട് എന്നെ മൂത്രമൊഴിക്കുന്ന സമയത്തിലൊക്കെ പിടിച്ച് അളക്കുകയൊക്കെ ചെയ്തു. കുളിച്ചു കഴിഞ്ഞ എന്നെ ഇവിടെ ഞാൻ ആദ്യം കുളിപ്പിച്ചിട്ട് ആ മുറിയിലേക്ക് വിട്ടു. അപ്പോഴാണ് ഈ പരിപാടി കാണിച്ചത്. ഞാൻ കുളിക്കാനായിട്ട് പോയി, കൊച്ചു വീഴാണ്. ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആ കുട്ടിയെ റിസോർട്ടിൽ വെച്ച് കൃത്യമായി ഇങ്ങനെ ബലാത്സംഗം ചെയ്തു. കണ്ണ് കാണാത്ത കുട്ടിയെ ചിത്രയെയും അതേപോലെ പാട്ടുകാരി ചിത്രയെയും അതേപോലെ മജിഷ്യൻ ഗോപി മുതുകാടിനെയും പരിചയപ്പെടുത്തി കൊടുക്കാം എന്ന് കൃത്യമായി പറയുകയും മാത്രമല്ല, അങ്ങനെ പറഞ്ഞിട്ട് ആ കുട്ടിയെ കുളിക്കാൻ പോയ സമയം നോക്കി ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ കേസിൽ ഉള്ളത്. അവർ പറയുന്ന മാത്രമല്ല, എങ്ങനെയാണോ ഈ പറയുന്ന പെൺകുട്ടിയെ ജീമോൻ കല്ലുപുരയ്ക്കൽ റേപ്പ് ചെയ്തിട്ടുള്ളതെന്ന് ഇതിൻ്റെ അകത്ത് കൃത്യമായി പറയുന്നുണ്ട്. എന്നാൽ ഈ എന്തുകൊണ്ട്, എങ്ങനെയാണ്, ആരാണ് ഇതിൽ ഉത്തരവാദി? എന്തായാലും ഇവർ 2 പേരും പ്രതികളായി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ആ കുട്ടി മൊഴി കൊടുത്തത് എന്താ അറിയോ, 4 പേര് ജീമോൻ്റെ പേര് പറയാൻ വേണ്ടി നിർബന്ധിച്ചു എന്നാണ്. എന്നാൽ ഇതിൻ്റെ ഒരു സംഭവം ഞാൻ പഠിച്ചു, എന്താണ് സംഭവം ഉണ്ടായിട്ടുള്ളത്.
ഈ സംഭവം ഉണ്ടായതിനെ പഠിച്ചപ്പോഴാണ് മണിയൻ ഭാസ്കരൻ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തിൻ്റെ ഭാര്യ കാലിന് വയ്യാത്തൊരു ഭാര്യയായിരുന്നു. ആ ഭാര്യയാണ് എല്ലാ കഷ്ടപ്പാടുകളും മനസ്സിലാക്കി അവരെ കല്യാണം കഴിച്ചത്. എന്നാൽ സ്വന്തം കുട്ടിയും ഉണ്ടായി. ഈ സന്ദർഭത്തിലാണ് ഈ ഭാര്യയുമായി ജീമോൻ കല്ലുപരിക്കൽ നല്ല അടുത്ത ബന്ധമുണ്ടാവുകയും അങ്ങനെ അവരും ഇല്ലീഗൽ ബന്ധമാണെന്ന് മനസ്സിലാക്കി മണിയൻ ഭാസ്കരൻ അതിൽ കേസുമായൊക്കെ മുന്നോട്ട് വരുന്നത്. അന്ന് ആ സമയത്ത് ഈ പറയുന്ന ജീമോൻ കല്ലുപരിക്കലയും ലേഡിയുമായി സംസാരിച്ച റെക്കോർഡ് ഈ മണിയൻ ഭാസ്കരൻ ലഭിക്കുകയുണ്ടായി. അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അശ്ലീലമായതുകൊണ്ട് ഞാൻ ഇവിടെ പ്രസിദ്ധീകരിക്കുന്നില്ല. അങ്ങനെയുള്ള മണിയൻ ഭാസ്കരൻ തുടർച്ചയായി ജീമോൻ കല്ലുപരിക്കലിനെതിരെ വാർത്തകൾ ചെയ്ത് തിരുവനന്തപുരത്തെ ഒരു ചാനലിൽ വാർത്തകൾ ചെയ്ത് പ്രസ് മലയാളം എന്ന് പറയുന്ന ചാനലിൽ വാർത്തകൾ ചെയ്യുകയുണ്ടായി. ആ വാർത്തകൾ ചെയ്ത സന്ദർഭത്തിൽ അതിലെ ഒരു കമൻറ്റ്, അതായത് അവർക്കെതിരെ ഈ ഫേസ്ബുക്കിൽ വന്ന ഈ വീഡിയോയ്ക്കെതിരെ ഈ മണിയൻ ഭാസ്കറിനെതിരെ കമൻറ്റിലിട്ട ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്ന ഇവരുടെ അമ്മ പ്രൈസി. അപ്പൊ എന്റെ ആങ്ങളെ ഉണ്ടായ ബൈജുപാപ്പയാണ് പോലീസ് കേസ് കൊടുത്തതെന്ന് പറഞ്ഞ് ബൈജുപാപ്പയോട് ഭയങ്കര പാണം. അതൊക്കെയാണ് ഭയങ്കര പ്രശ്നം. അപ്പൊ ബൈജുപാപ്പ കടന്ന് എന്നോട് പാണം. ഞാനല്ലല്ലോ, നീയല്ലേ മണിയൻ ഭാസ്കറിനെ വിളിച്ചത്. ഞാൻ പറഞ്ഞു മണിയൻ ഭാസ്കറിന് എന്റെ നമ്പർ അറിയത്തില്ലായിരുന്നല്ലോ, എന്റെ ഫോൺ നമ്പർ മണിയൻ ഭാസ്കറിന് അറിയത്തില്ല. എന്നിട്ട് ഞാൻ മണിയൻ ഭാസ്കറിന്റെ ഫേസ്ബുക്കിൽ ഫ്രണ്ടായിട്ട് വന്നപ്പോ ഞാൻ ചീത്ത വിളിച്ചവനെ. ആ ചീത്ത വിളിച്ചപ്പം മണിയൻ ഭാസ്കർ നല്ല രീതിയിൽ എന്നോട് സംസാരിച്ചു. സഹോദരി, എന്റെ സഹോദരി ചീത്ത വിളിക്കുന്ന എന്തിനാണ് എന്നെ ചീത്ത വിളിച്ചത്? സഹോദരി ചീത്ത വിളിച്ച കൂടെ സഹോദരിയുടെ കൂടെ ചീത്ത വിളിക്കുന്ന ആരാണ് എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു സഹോദരിയുടെ ആങ്ങളെയാണോ എന്ന് മണിയൻ ഭാസ്കരൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ ആങ്ങളെയല്ല ഇയാള്. ഈ അച്ഛനെ നിൽക്കുക, ഈ അച്ഛൻ കുടിച്ചിട്ടിരിക്കുക, ഈ അച്ഛൻ എന്റെ കൂടെ ചീത്ത വിളിക്കുക. അങ്ങനെയാണ് ഈ അച്ഛൻ നമ്പർ കൊടുത്തത്. പ്രൈസി എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കമന്റ് ഇട്ടപ്പോൾ മണിയൻ ഭാസ്കരൻ നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പം അവർ കാര്യങ്ങളൊക്കെ പറയുകയും അങ്ങനെ നേരിട്ട് പരിചയപ്പെടണം, വളരെ കഷ്ടപ്പാടാണെന്നും സഹായിക്കണമെന്ന് പറഞ്ഞപ്പം ഈ വിവരം ആരെ അറിയിച്ചു? തിരുവനന്തപുരത്തുള്ള പ്രസ് മലയാളം എന്ന് പറയുന്ന ചാനലിനെ അറിയിച്ചു. അവരെന്ത് ചെയ്തു? നേരെ പോയിട്ട് ഇവരെ പോയി കാണുന്നു. എന്താണ് നിങ്ങളുടെ സ്ഥിതികൾ എന്താണ് പഠിക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോഴാണ് ബൈജുവും അതേപോലെ ഈ സ്ത്രീയും പ്രൈസി എന്ന സ്ത്രീയും ആ മകളും കൂടി കൃത്യമായി പറയുന്ന രംഗമാണിത്. അപ്പോൾ ആ പറയുന്ന രംഗത്തിൽ ഇവരെ കഷ്ടപ്പാടുകൾ പറയുന്നു, വിഷമങ്ങൾ പറയുന്നു. അങ്ങനെ ആ സമയത്ത് ഇത്തരം കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇവരറിയാതെ വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. കാരണം ഇത് ഇവരെ പറ്റി കൃത്യമായി ഒന്നും പഠിക്കാതെ എടുത്തു ചാടരുതെന്ന് ആദ്യമേ ഇവർക്ക് നിർദ്ദേശമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതുപോലൊക്കെ ചതിക്കുഴികൾ ഉണ്ടാവും. ജീമോൻ കല്ലുപരിക്കലിനെ വിരിച്ച വലയിലാണെങ്കിൽ ഇവർ കുടുങ്ങും. അതുകൊണ്ട് തന്നെ ഈ പ്രസ് മലയാളത്തിൻ്റെ ആള് ഇതൊക്കെ ജീമോനെതിരെ വാർത്ത പ്രസിദ്ധീകരിച്ചതുകൊണ്ട് കൃത്യമായി വീഡിയോ എടുത്തിരുന്നു അവിടെ വെച്ചിട്ട്. അത് ഇവർക്ക് അറിയില്ല. ആ വീഡിയോ ഇവരിത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കുറ്റകൃത്യമാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്കറിയാം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പിണറായി വിജയനും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും പൂഴ്ത്തിവെച്ചതുകൊണ്ട് ഇത്തരത്തിലുള്ള സെക്സസ് കുറ്റങ്ങൾ പൂഴ്ത്തിവെച്ചാൽ 6 മാസം തടവ് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ കാര്യം അറിഞ്ഞ ഉടൻ തന്നെ ഇവർ എന്ത് ചെയ്യുന്നു? പ്രസ് മലയാളത്തിൻ്റെ ആള് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നു. അങ്ങനെ പോലീസ് ഈ റെക്കോർഡുകളെല്ലാം കാണുന്നു. അങ്ങനെ ഇവരോട് മൊഴിയെടുക്കുന്നു. അങ്ങനെ അതിനുള്ള നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോൾ ഇത് സംഭവം നടന്നത് മുനമ്പം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ്. അഡ്മിനിസ്ട്രേഷൻ അങ്ങോട്ട് കേസ് വിടുന്നു. വീണ്ടും അന്വേഷണം നടക്കുന്നു. അന്വേഷണം നടത്തി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കുന്നു. ഈ കുട്ടിയെ ടെസ്റ്റ് ചെയ്യുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കുന്നു. കോടതിയിൽ ഇതാക്കിയ ശേഷം ഈ ജീമോൻ കല്ലുപരിക്കലിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇതിനുശേഷം ഇദ്ദേഹത്തിന് 160 ദിവസം കിടന്ന ശേഷം ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നു. ഈ ജാമ്യം കിട്ടിയ സമയത്താണ് ഇദ്ദേഹം തിരുവനന്തപുരത്ത് അജിത് കുമാർ എന്ന് പറയുന്ന ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ ആളുമായിട്ട് ബന്ധമുണ്ടാകുകയും ആ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നു. വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെയധികം ഗുരുതരമായിട്ടുള്ള നമ്മുടെ കേരള ജനതയെ വരെ തെറ്റിദ്ധരിപ്പിച്ച് മാധ്യമങ്ങളെയും മീഡിയയെയും കോടതിയെയും പോലീസിനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച ഒരു സംഘടന, ഒരു വ്യാജ സംഘടനയും ഏതാനും ചില നമ്മുടെ ജീമോൻ്റെ ഏതാനും ചില പഴയകാല സുഹൃത്തുക്കൾ അവരുടെ ഒരു വ്യക്തിവൈരാഗ്യം തീർത്തതെന്ന് പറഞ്ഞാൽ ഒരു കാഴ്ചയില്ലാത്ത പെൺകുട്ടിയെ 17 വയസ്സായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വ്യാജ പോക്സോ കേസ് ആരോപണത്തിൻ്റെ ഇരയാണ് ഈ ഇരിക്കുന്നത്. സാധനം കയറ്റിയോ, കൊച്ചിനെ കയറ്റിയോ നിന്നു. അപ്പൊ അവള് പറഞ്ഞ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാ അവള് പറയുന്നു. അവളുടെ മുലയുടെ ബ്രസ്റ്റിൽ അങ്ങോട്ട് പിടിച്ചു ആന. പിന്നെ താഴെ
മൂത്രമൊഴിക്കുന്ന സാധനത്തിൽ നക്കി കൊടുത്ത് അവൾക്കൊരു സുഖം കൊടുക്കുന്നു. ജീമോൻ അങ്ങനെ ചെയ്തെന്നാണ് ഇവൾ എന്നോട് അന്ന് പറഞ്ഞത്. ഉം. ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള പ്ലാനുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഈ സ്ത്രീക്ക് പൈസ കൊടുത്തിട്ടോ അല്ലാതെയോ സ്വാധീനിച്ച് കള്ളമൊഴി കോടതിയിൽ കൊടുക്കുകയാണ്. അതായത് യാതൊരു തരത്തിലും പീഡിപ്പിക്കപ്പെട്ടില്ല, ഇതെല്ലാം കള്ളമാണ്, ഇതിനെ പ്രേരിപ്പിച്ചതാണെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ യഥാർത്ഥത്തിൽ പ്രേരിപ്പിച്ചതല്ല എന്ന് തെളിയിക്കുന്ന ഇവർ സംസാരിക്കുന്ന ഫുൾ വീഡിയോ ആണ് അന്നേ എൻ്റെ കയ്യിൽ വന്നിരിക്കുന്നത്. അന്ന് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന റെക്കോർഡുകൾ എൻ്റെ കൈവശം കിട്ടിയ ശേഷമാണ് കൃത്യമായി ഈ സംഭവം നടന്നു എന്ന് അവർ പറയുന്ന, ഈ സ്ത്രീ പറയുന്ന, മകള് പറയുന്ന, സ്വമേധയാ പറയുന്ന, ബൈജുവും ചേർന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളതിന് ശേഷമാണ് ഞാനിത് പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ വീഡിയോ പലതുണ്ട്, അതിലൊന്ന് ചില കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ കേൾപ്പിക്കുന്നത്. ഇവൻ എന്നോട് ബന്ധപ്പെടാനായിട്ട് വന്നു. ബന്ധപ്പെടാനായിട്ട് ആദ്യ ദിവസം പെടാൻ വന്നപ്പോഴേക്കും ഞാൻ ജീമോന്റെ ശരീരത്തിൽ തൊടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്തെന്ന് ഞാൻ ഡൈവേഴ്സ് ആയിട്ടില്ല. എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഇന്നൊരു മുസ്ലിമാണ്, പല പെണ്ണുങ്ങളെ മാറി മാറി. അപ്പൊ എനിക്കറിയാം ഈ മണിയം ഭാസ്കറിന്റെ ഭാര്യയും കൊണ്ട് ഡൈവേഴ്സ് അവളെ കൊണ്ട് നടന്നെന്നും ചില പല പെണ്ണുങ്ങളെ, ഓരോ പെണ്ണുങ്ങളെ കാണുമ്പോഴും പറയും ആ പെണ്ണിനെ കാണാൻ ഈ പെണ്ണിനെ കാണാം. ട്രെയിനിൽ പോകുമ്പോൾ ഏതെങ്കിലും പെണ്ണുങ്ങളെ കാണുമ്പോൾ പറയും ആ പെണ്ണിനെ കാണാൻ നല്ല രസമുണ്ട്, കളിച്ചാലോ. എന്നോട് പറഞ്ഞു നീ ഒന്ന് ചോദിച്ചാൽ അതിന്റെ പേര് എന്ന് ചോദിച്ചു. നീ വട്ടാണോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഞാൻ പെണ്ണിന്റെ അറിയത്തില്ലാത്ത ഒരു പെണ്ണിനെ പോയി എന്നാ പേരെന്നാ ഞാൻ പരിചയപ്പെടാൻ പോകും. കേട്ടല്ലോ. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ജീമോൻ കല്ലുപരിക്കൽ യഥാർത്ഥ നിരപരാധിയാണോ? അവളുടെ മൊഴയുടെ ബ്രസ്റ്റിൽ അങ്ങോട്ട് പിടിച്ചു അവന്. പിന്നെ താഴെ മൂത്രമൊഴിക്കുന്ന സാധനത്തിൽ നക്കി കൊടുത്ത് അവൾക്കൊരു സുഖം കൊടുക്കുന്നു. ജീമോൻ അങ്ങനെ ചെയ്തെന്നാണ് ഇവൾ എന്നോട് അന്ന് പറഞ്ഞത്. ഈ കോടതിയിൽ ഇത് തെളിയിക്കപ്പെട്ടില്ല. കാരണം ഈ സ്ത്രീ കാലുമാറി, അതായത് ഇപ്പം മഞ്ജു വാര്യറില്ലേ, ഇവരോടൊപ്പം നിന്ന് ഇത് ക്രിമിനൽ കുറ്റമാണ് എന്നൊക്കെ പറഞ്ഞ് അന്ന് ആ പീഡനത്തിനിരയായ പെൺകുട്ടിയോടൊപ്പം, നടിയോടൊപ്പം നിന്ന ശേഷം ഇപ്പോൾ കാലുമാറി യാതൊരു തരത്തിലുള്ള ലൈംഗിക വേട്ടകളൊന്നും ഈ സിനിമാ രംഗത്തില്ല എന്ന് മൊഴി കൊടുത്തിട്ടുള്ള ആളാണ് ആര്? നമ്മുടെ ഒറ്റുകൊടുത്ത ലേഡിയാണ് നമ്മുടെ മഞ്ജു വാര്യർ. അതേപോലെ ഈ കോടതിയിൽ കള്ളമൊഴി കൊടുത്തിരിക്കുകയാണ് ഈ സ്ത്രീ. ജീമോൻ പറഞ്ഞ നിന്റെ കാല് വേണമെന്ന് ഞാൻ പിടിക്കാൻ പറയണ്ട, ഞാൻ പല കൊല കേസിലെ പ്രതിയാ, നിനക്കറിയാമല്ലോ. പോലും മടിയില്ലാത്തന്നെ ഞാൻ ഈ എന്നാ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, കളരിയൊക്കെ പഠിച്ചവൻ. എന്റെ കൈ ഒരു മർമ്മ സ്ഥാനത്തേക്ക് കുത്തിയാൽ നേരം നിൽക്കത്തില്ല. കുറെ നാൾ അത് അനുഭവിക്കേണ്ടി വരും. ഇവൻ കളരി പഠിച്ചിട്ടുണ്ട്, എല്ലാം ഇവനറിയാം ജീമോന്. അതുകൊണ്ട് പോലീസിലെ വരെ കുത്തിയ ആളല്ലേ ഇവന്. ഇന്നാളെ ഒരു കേസിലെ പോലീസിനെ കുത്തിയില്ലേ. അതുകൊണ്ട് ഇവനൊരു വല്ലാത്തൊരു പേടിയുണ്ടാകും. തീർച്ചയായും ഈ സ്ത്രീ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഈ ആ കുട്ടി ശിക്ഷിക്കപ്പെടേണ്ട, കുട്ടി പ്രായപൂർത്തിയായി. അതോടൊപ്പം ജീമോൻ കല്ലുപരിക്കൽ നിരപരാധിയെ വിട്ട സംഭവത്തിൽ തുടരന്വേഷണം നടത്തേണ്ടതാണ്. കാരണം ഇതിൽ കോടതിയിൽ കള്ളമൊഴി കൊടുത്തിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്ന് വളരെ വ്യക്തമാണ്. അതിനുപയുക്തമായ തെളിവുകളാണ് ഞാൻ പുറത്തുവിടുന്നത്. എന്തായാലും ജീമോൻ, ഈ സ്ത്രീ എത്ര പേരോട് കള്ളമാണെങ്കിൽ എത്ര ആളുകളോട് പറഞ്ഞ് ഇങ്ങനെ കള്ളം പറഞ്ഞിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടന്നത്. അപ്പം എൻ്റെ അറിവിലും വരും ആ സ്ത്രീയോ കുട്ടിയോ കള്ളം പറഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നീട് സ്വാധീനത്തിന് വഴങ്ങി ഈ കേസ് അട്ടിമറിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പോക്സോ കേസും ലൈംഗിക കേസുകളൊക്കെ വരുമ്പോൾ തന്നെ കൃത്യമായി അവരെ വീഡിയോ എടുത്ത് പുതിയ സംവിധാന പ്രകാരം കോടതിയിൽ ഹാജരാക്കണം എന്നുള്ളത് ഭാരതീയ നീതിന്യായ സംഹിതയുടെ പുതിയ രൂപമാണ്. പഴയ IPCയിൽ നിന്ന് മാറിയിട്ടുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ വരുമ്പോൾ വാക്കുകൾ മാറ്റി പറയാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അവൻ പല പ്രാവശ്യം എന്നോട് ചോദിച്ചു തരാവോന്ന്, നിന്റെ പ്രശ്നത്തെ കാണാൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞെന്നോട് ജീമോന്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു ജീമോന് ഞാനത് തൊട്ടിട്ടില്ല, എൻ്റെ ശരീരത്തിൽ തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല, നിന്നെ ഞാനൊരു സഹോദരനായിട്ടാണ് കണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ജീമോനോട് പറഞ്ഞു എടി എനിക്കൊന്ന് തൊടണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. എന്നോട് തൊടണം എന്ന് എൻ്റെ പുറമേ കൂടെ ഡ്രസ്സിന്റെ മുകളിൽ കൂടെ ഈ ട്രെയിനിൻ്റെ ഒക്കെ പോകുമല്ലോ അങ്ങോട്ട്, അങ്ങനെ ഒന്ന് ജസ്റ്റ് കൈ ഒന്ന് മുട്ടി, ചെയ്തിട്ടില്ല. ഈ ഡ്രസ്സിന്റെ മുകളിൽ കൂടെ ഡ്രസ്സില്ല. അവരോടും പറയരുത്, പൂന്തറയായതുകൊണ്ട് അവിടുത്തെ മുസ്ലിം ഫ്ലാറ്റ് അത് അവിടെ. അപ്പൊ ഓണൊന്നും ഇഷ്ടമില്ലായിരുന്നു. സഹോദരനാന്നും പറഞ്ഞാണ് അവിടെ വന്ന് താമസിച്ചത്. പക്ഷെ ജസ്റ്റ് വെളിയിൽ ഇറങ്ങി നിന്ന് വർത്തമാനം പറയുമ്പോൾ തന്നെ ഓണറിന്റെ ഭാര്യ ഓടി വരും. പിന്നെ ഇവനെന്തെങ്കിലും വെളിയിൽ നിൽക്കത്തേ ഉള്ളു, വെളിയിലിരിക്കും. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ആ വാതിക്കെ ഇരിക്കും. പക്ഷെ ഈ കൊച്ചിനെ അപ്പൊ ഒക്കെ ഇവൻ പറയുമായിരുന്നു എന്നോട്,
അപ്പൊ ഈ കൊച്ചു ചിലപ്പം ഡ്രസ്സ് ചില സമയം വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് ആരും ഇല്ലല്ലോ എന്ന് പ്രൈസർ എടുപ്പിക്കത്തില്ലായിരുന്നു ഞാൻ എന്തെന്ന് പറഞ്ഞാൽ. അപ്പോഴേക്കും ഇവള് ഇങ്ങനെ ഇരിക്കുമ്പോൾ ജീവൻ പറയുന്നു, എടി ആ ഡ്രസ്സ് ഈ കൊച്ചിൻ്റെ ശരിക്കും കാണാം എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു, ബ്രസ്റ്റിൻ്റെ ഇതൊക്കെ. അപ്പോഴേക്കും അന്നേരമാണ് ഞാൻ പറഞ്ഞ ജീവൻ എങ്ങോട്ടാ കണ്ണ് എന്ന് എനിക്ക് മനസ്സിലായത്. പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഡ്രസ്സർ എടുപ്പിക്കാൻ തുടങ്ങി. ജീവൻ ഇങ്ങനെ കൊച്ചിനെ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. കൊച്ചു അവിടെ നിന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു ജീവനോട് അടുത്തുനിന്ന് വർത്താനമൊക്കെ പറയുമായിരുന്നു വെളിയിൽ ഇറങ്ങിയിരിക്കുമ്പം. അപ്പോഴേക്കും ഇങ്ങനെ പക്ഷേ ഫ്ലാറ്റിലായതുകൊണ്ട് എനിക്ക് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ജീവൻ വരുമ്പോ എല്ലാം. ഇത് സംബന്ധിച്ച് ജീമോൻ കല്ലുപറയ്ക്കലും അതേപോലെ തന്നെ ഈ പറയുന്ന മെൻസ് അസോസിയേഷന്റെ വക്താവായ അജിത്തും ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ വക്താവായ അജിത്തും തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തുകയും എന്നോട് പറഞ്ഞു, ഞങ്ങൾ സഹായമുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് കേസിൽ നിന്ന് ജീമോൻ രക്ഷപ്പെട്ടത് എന്നൊക്കെ പറയുകയും, അതിനർത്ഥം അവർ ഈ കേസിൽ എങ്ങനെയാണ് സ്വാധീനിക്കപ്പെട്ടത്, ഈ പെൺകുട്ടിയും അതേപോലെ അമ്മയും എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത്, പണം കൊടുത്തിട്ടാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. എന്നാൽ ഞാൻ കേട്ട വിവരം 15 ലക്ഷം രൂപയാണ് ഈ പെൺകുട്ടിക്കും ഈ പെൺകുട്ടി അമ്മയ്ക്ക് കൊടുത്തത് എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയുള്ളത്. എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. ഇതിനെക്കുറിച്ചും വളരെ വിശദമായി അന്വേഷിക്കണം. തീർച്ചയായിട്ടും ഗുരുതരമായിട്ടുള്ള പിഴയാണ് പറ്റിയിട്ടുള്ളത്. ഗുരുതരമായിട്ടുള്ള വീഴ്ച പോലീസിന് പറ്റിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം 160 ദിവസം കിടക്കേണ്ടി വന്നത്. അതിൽ ഞങ്ങളെപ്പോലുള്ളവർ ഇടപെടാതിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ശക്തമായിട്ട് ഇതിൽ ഇല്ലാതിരുന്നുവെങ്കിൽ ഇന്നും ഇദ്ദേഹം ഇതിൽ നിരപരാധിയാണെന്ന് പുറത്തറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മണിയൻ ഭാസ്കരൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യയെ സ്വാധീനിച്ച് പണം തട്ടിപ്പ് നടത്തുകയും അവരെ മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ മണിയൻ ഭാസ്കരനെ പോസ്റ്റ് വഴിയാണ് ഈ സ്ത്രീ പ്രൈസി എന്ന് പറയുന്ന സ്ത്രീ ഈ കാര്യത്തിൽ അദ്ദേഹത്തെ ബന്ധപ്പെടുകയും അദ്ദേഹത്തെ വരുത്തിക്കുകയും ഇത്തരം കാര്യങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്തത് എന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെ ആ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസിൽ അറിയിക്കുക. അത് പോലീസിനെ അറിയിച്ച ആൾക്കാരെ എങ്ങനെ പ്രതിയാക്കാൻ പറ്റും? ഒരിക്കലും പ്രതിയാക്കാൻ പറ്റില്ല. മാത്രമല്ല, ഈ വീഡിയോ ഉള്ളിടത്തോളം കാലം ഈ സ്ത്രീയും മകളും കൃത്യമായി തുറന്നു പറയുന്ന എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചെത്തിയ ആളുകളോട് പറയുന്ന ഈ സംഭാഷണം, ഈ വീഡിയോ ഉള്ളിടത്തോളം കാലം ഇവർക്ക് തിരിച്ച് കേസ് കൊടുക്കാൻ പറ്റില്ല. മാത്രമല്ല, ഈ സ്ത്രീയും മകളും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതേപോലൊപ്പം തന്നെ ജീമോൻ കല്ലുപറയ്ക്കൽ ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ആ പറഞ്ഞ ഓഡിയോയിലുള്ളത്. ആ സ്ത്രീ സത്യസന്ധമായി മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ സ്ത്രീ ജീമോൻ കല്ലുപറയ്ക്കലും വീണ്ടും ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് തന്നെ തുടരന്വേഷണം ആവശ്യമാണ് ഈ കേസിൽ. ഒരു നിരപരാധിയും ഏത് കുറ്റവാളിയാണെങ്കിലും ശരി, ഇല്ലാത്ത കേസിൽ ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് എന്നുകൂടി എനിക്ക് നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. ഒരാളെ പറ്റി പറയുമ്പോൾ വസ്തുതാപരമായി പറയണം, ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. ഈ ജീമോൻ കല്ലുപറയ്ക്കലിനെ പറ്റിയുള്ള കേസുകൾ എടുക്കുമ്പോൾ 450/2023 എന്ന് പറയുന്ന തിരുവനന്തപുരം വലിയതുറ പോലീസ് സ്റ്റേഷനിലെടുത്ത കേസാണ്. അതിലാണ് 376-2-1-5 അതിൻ്റെ വീഡിയോ ആണ്, FIR ആണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ എറണാകുളം മുനമ്പം പോലീസ് സ്റ്റേഷനെടുത്ത ഈ കേസിലെടുത്ത FIR-ന്റെ കോപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അതോടൊപ്പം ഞാൻ കാണിക്കുന്നത് എറണാകുളം സിറ്റിയിലെ എളമക്കര പോലീസ് സ്റ്റേഷൻ പോലീസിനെ തല്ലിയ കേസിലെ പ്രതിയായിരുന്നു. ഇയാൾ കുറേ കാലം ജയിലിലായിരുന്നു. പത്തനംതിട്ട ചിറ്റാർ പോലീസ് സ്റ്റേഷനിൽ സ്വന്തം ഭാര്യയുടെ സഹോദരനെതിരെ തല്ലി കൊല്ലാൻ ശ്രമിച്ച കേസിൽ കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ നിരവധി കേസിലെ കുറ്റവാളിയാണ് ഈ പറയുന്ന ജീമോൻ കല്ലുപറയ്ക്കൽ എന്ന് പറയുന്ന ആള്. ഇതോടൊപ്പം ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ പോലീസ് സ്റ്റേഷനിലെ ഇതിൽ മുനമ്പം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ട അദ്ദേഹത്തെ കുറ്റമുക്തനാക്കിയും കൊണ്ടുള്ള റെക്കോർഡാണ്. വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇവർ മൊഴി മാറ്റി പറഞ്ഞത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. PW1 is the child victim who, according to the prosecution, had been sexually assaulted and raped by the accused. She deposed that this case has been filed by her falsely since she was brainwashed by 4 persons. Baiju and other 4 persons. The said persons by offering to purchase everything for her and also to bring her to Vijayalakshmi and Krishnamurthy sir and also give a chance to sing in cinema, had made PW1 to make the complaint against the accused. PW1 denied that the accused had ever harassed her in any manner or ever subjected her with any form of sexual assault at any point of time. Though the accused had brought PW1 to some hotel at Cherai Beach along with her mother and brother, the accused never assaulted her sexually. The witness denied her statement before the police as well as the magistrate had
magistrate that the accused had sexually assaulted her. The witness explained that she happened to give such statements only at the instigation of the above said 4 persons and actually no such incident occurred. എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ചെയ്യും. PW2 is the mother of PW1 and she deposed that this case has been filed since Baiju had brainwashed PW1 and made her to give his complaint falsely against the accused. The witness denied that she witnessed the accused sexually harassing PW1 and denied her statement before the police to that the effect, which was marked as extension exhibit P1 and P1A subject to proof. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ അവർ സ്വന്തം അമ്മ മകളെ മുന്നിൽ വെച്ച് നടത്തി ഇത്രയും കണ്ണു കാണാത്ത മകളെയൊക്കെ വെച്ചിട്ട് ഇത്രയും കള്ളമൊഴി കൊടുത്താണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. പകരം മകൾക്ക് ഇത് സംഭവിച്ചിട്ട് പണത്തിന് വേണ്ടിയോ മറ്റു സ്വാധീനത്തിനോ വേണ്ടിയാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു കൃത്യമായ വിവരമാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ കേസുകൾ ദിവസേന വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് അത്തരം കേസുകളിൽ ശക്തമായ നടപടി വേണം. കാരണം നിരവധി ആളുകൾ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പോക്സോ കേസിലാണ് ഏറ്റവും അധികം അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയും പോലീസും ഒക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കേസെടുക്കാൻ. വളരെ സത്യസന്ധമായ കേസുകളിൽ മാത്രമേ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല എന്നാണ് എൻ്റെ വിവരം. അത് പോലീസാണ് അന്വേഷിച്ച് ബോധ്യപ്പെടേണ്ടത്. കാരണം ജീമോൻ്റെ പൂർവ്വകാല ചരിത്രം അതാണ്. അതോടൊപ്പം തന്നെ ഈ കേസിൽ ആ സ്ത്രീ കൃത്യമായി പറയുന്ന, ആ പെൺകുട്ടി കൃത്യമായി പറയുന്ന തെളിവാണ് ഞാൻ പുറത്തുവിട്ടിട്ടുള്ളത്. എന്നാൽ ഈ കേസിൽ തുടരന്വേഷണം ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനകത്ത് ജീമോൻ കുറ്റവാളി, ഈ പറയുന്ന സ്ത്രീ പറയുന്ന സംസാരം കൊണ്ട് ജീമോൻ കുറ്റവാളിയാണ്. എന്നാൽ കോടതിയിൽ അവർ മാറ്റി പറഞ്ഞതുകൊണ്ടാണ് കേസിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നന്ദി, നമസ്കാരം.